13ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് യൂറോപ്പിൽ സംഹാര താണ്ഡവമാടിയ ബിബോണിക് പ്ലേഗിന് ശേഷം രണ്ടാമതായി ലോകത്ത് നടക്കിയ ഒരു വൈറസ് എന്ന് പറയുന്നത് 1918 ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തെ കാലത്ത് വന്ന സ്പാനിഷ് ഫ്ലൂ ആണ്. ബിബോണിക് പ്ലേഗ് 20 കോടി ആളുകളെ കൊന്നൊടുക്കുകയും 5 കൊല്ലക്കാലം നീണ്ടു നിൽക്കുകയും ചെയ്തു. അതേസമയം സ്പാനിഷ് ഫ്ലൂ ഏതാണ്ട് 5 കൊല്ലക്കാലം നീണ്ടു നിന്നെങ്കിലും 5 കോടി ആളുകളെ മാത്രമേ കൊന്നിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ കണ്ട ചെറിയ ചെറിയ വൈറസുകളാണ് എലിയിൽ നിന്ന് എലിപ്പനിയായി, പന്നിയിൽ നിന്ന് പന്നിപ്പനിയായി, അത് കഴിഞ്ഞ് കൊതുകിൽ നിന്ന് ഡെങ്കിപ്പനിയായി, പിന്നെ അവസാനമായി നിപ്പ വൈറസ്. ഇപ്പോൾ ഏറ്റവും അവസാനമാണ് നൊവേൽ കൊറോണ എന്ന് പറയുന്ന COVID-19 ചൈനയിലെ വുഹാനിൽ നിന്ന് ലോകമാസകലം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. ഈ വൈറസ് ലോകത്തെ ഏറ്റവും കുറച്ച് ആളുകളെ ബാധിച്ചിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ആളുകളെ ബാധിച്ചിട്ടുള്ളത്, ബാധിക്കാത്ത സ്ഥലമുണ്ട്, ബാധിച്ചിട്ടുള്ളവരിൽ ഏറ്റവും കുറച്ച് ആളുകളെ ബാധിച്ചിട്ടുള്ള ജില്ല സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ഏറ്റവും മരണനിരക്ക് കുറഞ്ഞ സംസ്ഥാനവും കേരളം. വർഷങ്ങളായി കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലമായ ശേഖരമുള്ളതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളിൽ ഈ വൈറസ് ആളിപ്പടരുമ്പോൾ കേരളത്തിൽ ഈ വൈറസിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചത്. നമുക്ക് താഴെത്തട്ടിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻ്ററുണ്ട്, അത് കഴിഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് സെൻ്ററുണ്ട്, അത് കഴിഞ്ഞ് താലൂക്ക് ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിലുള്ള ആരോഗ്യ മേഖലയിൽ സുസ്ഥിരമായ ഒരു സംവിധാനമുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ COVID-19 ഫലപ്രദമായി തടയാനും നിയന്ത്രിക്കാനുമായി. നമുക്കറിയാം, ഇത് 4 ഘട്ടങ്ങൾ കടന്നിരിക്കുകയാണ്. ഒന്നാം ഘട്ടം വന്നപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പരീക്ഷണാർത്ഥം ജനതാ കർഫ്യൂ കൊണ്ടുവന്നു. ആ ജനതാ കർഫ്യൂ ലോക്ക്ഡൗണിൻ്റെ തുടക്കമാണെന്ന് നമ്മളാരും കരുതി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ജനങ്ങൾ ശിരസ വഹിച്ചപ്പോൾ ജനങ്ങളെ വീട്ടിലിരുത്താം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോയത്. ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് 57 ദിവസങ്ങൾ പിന്നിടുന്നു. ഒന്നാം ഘട്ടം പ്രധാനമന്ത്രി പറഞ്ഞത് ആരൊക്കെ എവിടേക്കാണോ അവർ അവിടെ തന്നെ കഴിഞ്ഞു കൂടുക, അവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. ആ പ്രഖ്യാപനം നമ്മുടെ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കുന്നൊരു പ്രഖ്യാപനമായിരുന്നു. കേരളത്തിനകത്ത് തന്നെ ബന്ധുക്കൾ പല ജില്ലകളിലായി കഴിഞ്ഞുകൂടുന്ന വേളയിൽ കേരളത്തിലുള്ള പല ആളുകളുടെയും ബന്ധുക്കൾ കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും കഴിഞ്ഞുകൂടുന്ന വേളയിൽ ആരൊക്കെ എവിടൊക്കെയാണോ അവർ അവിടെ തന്നെ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളതനുസരിക്കാൻ ബാധ്യസ്ഥമായി അക്ഷരം പ്രതി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ എല്ലാം പിന്തുണയും കൊടുത്തു. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ശിരസ വഹിക്കാനും ഈ 2 ഗവൺമെൻറ്റുകൾക്കും കലവറയില്ലാത്ത പിന്തുണ കൊടുക്കാനും ജനങ്ങൾ തയ്യാറാണ്. നമുക്കറിയാം, കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി, ജാതിമത സംഘടനകൾ ഒറ്റക്കെട്ടായി, മതമേലധ്യക്ഷന്മാർ ഒറ്റക്കെട്ടായി, വിദേശത്തെ സമ്പന്നന്മാരായ വിഭാഗം ഒറ്റക്കെട്ടായി കേരള ഗവൺമെന്റിനോടൊപ്പം നിന്നതുകൊണ്ടാണ് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കേരള ഗവൺമെന്റിന് സാധിച്ചത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടുകൂടി സകല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ടു.
കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുത്ത പരിമിതമായ സഹായങ്ങൾ, ആ സഹായങ്ങൾ കൊണ്ട് ഈ 55 ദിവസക്കാലം എങ്ങനെ ജനങ്ങൾ തള്ളി നീക്കിയെന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ച പല പ്രഖ്യാപനങ്ങളും പാഴ്വാക്കുകളായി മാറിയിട്ട് പോലും ഈ വൈറസിന്റെ അപകട സാധ്യത മനസ്സിലാക്കി ശക്തമായി പ്രതികരിക്കാൻ പോലും ആകാതെ എല്ലാവരും ഗവൺമെന്റ് പിന്തുണ കൊടുത്തതാണ് ഈ ഗവൺമെന്റ് ഈ വൈറസിനെ തടയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ആദ്യമായി ഭയാനകമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന ജില്ലയാണ് കാസർഗോഡ്. വുഹാനിൽ നിന്നൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ഇവിടെ വന്ന് അവർക്ക് COVID-19 ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി കാസർഗോഡിലെ ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലായി കഴിയുകയായി. കാസർഗോഡ് ജനങ്ങളെ ബോധവൽക്കരിക്കാനായി സംസ്ഥാന ഗവൺമെന്റ് 2 ഓഫീസർമാരെ നിയോഗിക്കുകയും ആ ഓഫീസർമാരുടെ സ്തുത്യർഹമായ സേവനത്തിന്റെ ഫലമായി കാസർഗോഡ് ജനങ്ങളെ വീട്ടിലിരുത്താൻ അവർക്ക് സാധിക്കുകയും കഴിഞ്ഞു. ശ്രീ അൽകേഷ് കുമാർ ശർമ്മയുടെയും വിജയ് സാക്കറയുടെയും സേവനം ഒരു കാരണവശാലും ആർക്കും വിസ്മരിക്കാനാവില്ല. ഈ COVID-19 നിയന്ത്രിക്കാനും സാമൂഹ്യ വ്യാപനം തടയാനും ഇവിടുത്തെ ജനങ്ങളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാനുമായി അവർ നടത്തിയ ധീരോത്തമായ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കാതിരിക്കാൻ നമുക്ക് ഒരിക്കലും ആവില്ല. അവർക്ക് കലവറയില്ലാത്ത പിന്തുണ കൊടുത്ത് ജില്ലാ ഭരണകൂടത്തിലെ ജീവനക്കാരും അതുപോലെ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും പാരാമെഡിക്കൽ സ്റ്റാഫും കുടുംബശ്രീ ആശാ വർക്കർമാരും അതുപോലെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ഈ COVID-19 നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ വിശാലമായ മനസ്സും കാഴ്ചപ്പാടും കാണിച്ചതുകൊണ്ട് നമുക്ക് സാമൂഹ്യ വ്യാപനത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. 1, 2, 3 ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ടത്തിലേക്ക് വന്നു. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളിൽ ഈ COVID-19 പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കാർ നിലവിളിക്കുകയാണ്, അവരുടെ ജീവൻ അപകടത്തിലാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, ലോകത്തെവിടൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികൾ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നു. ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് രാജ്യം ലോക്ക്ഡൌണിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ലോകാരോഗ്യ സംഘടന പറഞ്ഞത് മാതിരി ഇതിന്റെ ലോകരാഷ്ട്രങ്ങളിലെ വ്യാപനം മനസ്സിലാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഈ രോഗം നിയന്ത്രണാതീതമാണ്. നിയന്ത്രണ വിധേയമാക്കാൻ ഒരു രാജ്യത്തും ഒരു ഭരണാധികാരിക്കും കഴിയുന്നില്ല. ഓരോ ദിവസവും രോഗത്തിന്റെ വ്യാപ്തി കൂടുക, സാമൂഹ്യ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വിവിധ രാജ്യങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളുമാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 18 ലക്ഷത്തിലധികം മലയാളികൾ കേരളത്തിന് പുറത്തു പോയിട്ടുണ്ട്. ഇപ്പോ ബംഗാളിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും പണിയെടുക്കാൻ കേരളത്തിൽ വന്ന അതിഥി തൊഴിലാളികളെന്ന് നാം വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിൽ നാം കൊടുക്കുന്ന ശമ്പളത്തിന്റെ പകുതി പോലും ശമ്പളമില്ലാതാണ് ഇന്ന് കേരളത്തിലെ മലയാളികൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നത് എന്നുള്ളത് നഗ്നമായ ഒരു യാഥാർത്ഥ്യം. അപ്പോ ഈ 4ാം ഘട്ടം എത്തിയതോടുകൂടി കേരളത്തിലെ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തെ ഞാൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. വിലമന്ത്രി ആരോഗ്യമന്ത്രി പരസ്യമായ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞത്, ഒരു മലയാളിയെ പോലും മരണത്തിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു മുദ്രാവാക്യമാണ്. ഒരു മലയാളി എന്ന് വെച്ചാൽ ആ മലയാളി ലോകത്തെവിടെയാണോ അവിടെ, ആ മലയാളി ഇന്ത്യയിൽ എവിടെയാണോ അവിടെ, ഒരു മലയാളിയെ പോലും മരണത്തിന് വിട്ടുകൊടുക്കില്ല. അവരുടെ ജീവൻ നിലനിർത്താൻ
അങ്ങേയറ്റം സ്വാഗതാർഹമായ കാര്യമാണ്. അതാണ് അഭികാമ്യമായ കാര്യം, അതാണ് ചെയ്യേണ്ട കാര്യം. ഒരു മലയാളി പോലും ലോകത്തെ ഒരു രാജ്യങ്ങളിൽ കിടന്നിനി മരിക്കാൻ പറ്റില്ല. അവരെ ഇവിടെ എത്തിക്കണം, അവരെ എത്തിച്ചേ മതിയാവും. അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഈ 4ാം ഘട്ടത്തിൻ്റെ ഓരോ സംസ്ഥാന ഗവൺമെന്റിന്റെയും രാജ്യത്തിന്റെയും ചുമതല. ഈ വിദേശത്തെ മലയാളികളെ കൊണ്ടുവരുന്നതുമായി ഒരുപാട് തർക്കങ്ങളുണ്ടായി. ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എച്ച്.എൻ. ദത്തുവിന് ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ അദ്ദേഹം അന്വേഷിച്ചതാണ്, ഈ വിദേശ മലയാളികൾ ഇവിടെ വന്നാൽ വിദേശ രാജ്യങ്ങളിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ അവരെ ക്വാറന്റൈൻ ചെയ്യാൻ എന്തൊക്കെ സംവിധാനമാണ് ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കൊണ്ടുവരാനാവും. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ വന്നു. 3 പ്രാവശ്യം കേരള ഗവൺമെന്റിനോട് കോടതി ചോദിച്ചു, ഈ വിദേശത്തെ മലയാളികൾ വന്നു കഴിഞ്ഞാൽ അവരെ ക്വാറന്റൈൻ ചെയ്യാൻ എന്ത് സംവിധാനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? കേരള ഗവൺമെന്റ് വേഗമായി പറഞ്ഞു, 2.5 ലക്ഷം ആളുകളെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ലോഡ്ജുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിസോർട്ടുകൾ എടുത്തിട്ടുണ്ട്. 4 അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങൾ മുഴുവൻ ക്വാറന്റൈൻ ചെയ്യാനായി ഞങ്ങൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഏത് നിമിഷവും വിദേശ മലയാളികൾക്ക് കേരളത്തിലേക്ക് വരാമെന്നാണ് കോടതിയിൽ പോലും കേരള ഗവൺമെന്റ് പറഞ്ഞത്. പക്ഷേ കോടതി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ക്ലാരിറ്റി വേണം. നിങ്ങൾ എത്ര മുറികളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്? ഓരോ മുറിയും ഏത് സ്വകാര്യ ആശുപത്രിയിലാണ്, ഏത് ഹോട്ടലിലാണ്, ഏത് റിസോർട്ടിലാണ്, അല്ലെങ്കിൽ എവിടെയാണ്, അതിനെക്കുറിച്ച് എത്ര മുറികളുണ്ട്, അത് എവിടെയൊക്കെയാണെന്ന് ഞങ്ങളെ അറിയിക്കണം. 2, ഏതൊക്കെ ഡോക്ടർമാരെയാണ് നിങ്ങൾ നിയോഗിച്ചത്? എത്ര ഡോക്ടർമാർ? അവരുടെ ന്യൂമറിക്കൽ സ്ട്രെങ്ത്. 2, അവരുടെ ഡിഗ്രി, അവരുടെ പേര്. അത് ഡോക്ടർമാരുടെ വേണം, നഴ്സുമാരുടെ വേണം, പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ വേണം, ആരോഗ്യ പ്രവർത്തകരുടെ വേണം. കാരണം 4.5 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിലേക്ക് വരാൻ, കേരളത്തിലേക്ക് വരാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ മാത്രമുണ്ട് 4 ലക്ഷം. ആ 4.5 ലക്ഷം ആളുകളെ കൊണ്ടുവന്നാൽ അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെയ്യാൻ, കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രീതിയിൽ ക്വാറന്റൈൻ ചെയ്യാൻ ഉള്ള സംവിധാനം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് കോടതി പറഞ്ഞത്, കേന്ദ്രം പറഞ്ഞത്, എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. വളരെ തുച്ഛമായ ആളുകളെ മാത്രമാണ് പ്രവാസികളെ കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്ന പ്രവാസികളെ കൊണ്ടുവരുമ്പോൾ അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെയ്യണം. 14 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെയ്യുമ്പോൾ 14 ദിവസം അവർക്ക് ആഹാരം കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം. അപ്പൊ ക്വാറന്റൈൻ ചെയ്യുന്നത് അവരുടെ ഗ്രാമത്തിലാണെങ്കിൽ, അവരുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ വേണമെങ്കിൽ ഈ ആഹാരവും വെള്ളവും ഒക്കെ വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാം. ഇതങ്ങനെയല്ല. വിമാനത്തിൽ വന്നിറങ്ങുന്ന ആളുകളെ ക്വാറന്റൈൻ ചെയ്യുന്ന സ്ഥലം അവരുടെ വീടുമായി ബന്ധമില്ലാത്ത സ്ഥലമാണ്. അവിടെ അവരെ ക്വാറന്റൈൻ ചെയ്തിട്ട് ആ ക്വാറന്റൈൻ ചെയ്യുന്നിടത്ത് പ്രാഥമിക സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നത്. ആ ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നിടത്ത് അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വെള്ളമില്ല. വ്യാപകമായ ആക്ഷേപമാണ് ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്നത്. 2.5 ലക്ഷം ആളുകൾക്ക് ക്വാറന്റൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി എന്ന് പറഞ്ഞ ഗവൺമെന്റ് അതിന്റെ ഒരംശം പോലും ഈ രാജ്യത്തേക്ക് വന്നിട്ടില്ല. ഈ ഗവൺമെന്റ് ഇപ്പോൾ ഡൽഹിയോട് ആവശ്യപ്പെടുന്നു, ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ 7 ദിവസം ഹൗസ് ക്വാറന്റൈൻ ചെയ്യാൻ അനുവദിക്കണം. അവർ 7 ദിവസം വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം രോഗലക്ഷണം കാണിക്കുകയാണെങ്കിൽ മാത്രം അവരെ ആശുപത്രിയിലേക്കോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്കോ മാറ്റിയാൽ മതി. ഞാൻ അടിവരയിട്ട് പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരാളെ പോലും ഹൗസ് ക്വാറന്റൈൻ ചെയ്യാൻ അനുവദിക്കരുത്, അനുവദിക്കാൻ പാടില്ല. കാരണം സാമൂഹ്യ വ്യാപനം ഉണ്ടാകാൻ ഏറ്റവും എളുപ്പമാണ് ഈ വരുന്നവർക്ക് 7 ദിവസക്കാലം ക്വാറന്റൈൻ വീട്ടിൽ ചെയ്താൽ. ഇവർ സഞ്ചരിക്കുന്ന വിമാനത്തിൽ ഒരാൾക്ക് രോഗലക്ഷണം ഉണ്ടായാൽ മതി ഈ 180 190 യാത്രക്കാർക്കും COVID-19 പിടിക്കാൻ. മാത്രമല്ല, ഈ വരുന്ന ആള് രോഗമുള്ള ആളാണെങ്കിൽ അയാളെ ഹൗസ് ക്വാറന്റൈൻ ചെയ്താൽ
ആ വീട്ടിലെ പ്രായം ചെന്നവർക്ക്, കുട്ടികൾക്കൊക്കെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രോഗസാധ്യത വന്നാൽ, പിന്നെ സമ്പർക്കം മൂലം ഈ രോഗവ്യാപനം വ്യാപകമായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ആർക്കും നിയന്ത്രിക്കാനോ തടയാനോ ആവില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അതാണ് കേരളത്തിന്റെ രക്ഷയ്ക്ക് നല്ലത്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ 14 ദിവസം സംസ്ഥാന സർക്കാർ ഒരുക്കിയാൽ മാത്രമല്ല ആ ക്വാറന്റൈനിൽ വിധേയമാകുന്ന ആളുകൾക്ക് ആഹാരവും ഭക്ഷണവും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏജൻസികളെ ഏൽപ്പിക്കണം. അതായത് പഞ്ചായത്തുകളെയോ ബ്ലോക്ക് പഞ്ചായത്തുകളെയോ ഗവൺമെന്റ് ഏജൻസികളെ അത് ഏൽപ്പിക്കണം. അപ്പൊ നമ്പർ 1, ഈ കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ 14 ദിവസം കേരള ഗവൺമെന്റ് ഒരുക്കി അവരെ അവിടെ ക്വാറന്റൈൻ ചെയ്തതിനു ശേഷം അല്ലാതെ, അവർക്ക് രോഗമില്ലെന്ന് ബോധ്യമായല്ലാതെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരെയും അവരുടെ വീടുകളിലേക്ക് 7 ദിവസം അയക്കാൻ പാടില്ല. അങ്ങനെ അയക്കുന്നത് ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കും. ആ ഗുരുതരമായ ഭവിഷ്യത്തിലേക്ക് കേരളത്തെ തള്ളിവിടാൻ കേരളം ഭരിക്കുന്നവർ ഒരിക്കലും തയ്യാറാകരുത്. കാരണം നിങ്ങളുടെ വീഴ്ചയാണ്. നിങ്ങൾ ധരിച്ചു ഇപ്പോഴൊന്നും ഈ വിദേശ മലയാളികൾക്ക് ഇവിടെ എത്താൻ പറ്റില്ല. വിദേശ മലയാളികൾ എത്താൻ ഇനി മാസങ്ങളോളം കാത്തിരിക്കണം. അപ്പൊ ഞങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുവരാത്ത ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ്. പരസ്പരം പഴിചാരാൻ തയ്യാറായിരുന്നപ്പോഴാണ് കേന്ദ്രം, ഇപ്പൊ നമുക്കറിയാം, വിമാന സർവീസുകൾ ആരംഭിച്ച് ആളുകളെ കൊണ്ടുവരാൻ ആരംഭിച്ചപ്പോഴാണ്, അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് കേന്ദ്രം നിഷ്കർഷിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേരള ഗവൺമെന്റ് നടത്തിയിട്ടില്ല എന്ന് ബോധ്യമാകുന്നത്. ആ രംഗത്ത് കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രം നിഷ്കർഷിച്ച രീതിയിൽ കേരളത്തിലില്ല. 1. 2, ഈ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ആഹാരവും ഭക്ഷണവും കൊടുത്തില്ലെങ്കിൽ അവസാനം അന്യസംസ്ഥാന തൊഴിലാളികൾ വയലന്റ് ആകുന്ന പോലെ അവരും വയലന്റ് ആകും. ആ ഒരു സാഹചര്യം വന്നാൽ പിന്നെ അത് തടയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകും. 1, ഇനിയും ആളുകൾ വരാൻ പോവുകയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞതിനെ പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ ഒരാൾ പോലും കിടന്ന് മരിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ മലയാളികളാണ് മിഡിൽ ഈസ്റ്റിൽ മരിച്ചിരിക്കുന്നത്. ലോകത്ത് അമേരിക്ക അടക്കം മരിച്ച ആളുകളുടെ എണ്ണം എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ അന്യ രാജ്യക്കാർ കണക്കെടുത്താൽ മലയാളികളാണ് അമേരിക്കയിൽ മരിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തും മരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മലയാളി പോലും മരിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുകയും മലയാളികൾ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ ഓരോ രാജ്യത്തേക്കും എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ കൊണ്ടുവരാൻ, മലയാളികളെ കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പണമുള്ളവർ പണം മുടക്കി ടിക്കറ്റ് എടുത്താണ് വരുന്നത്. ഇനി ഒരു നേരത്തെ ആഹാരത്തിന് പോക്കില്ലാതെ തെരുവിൽ കിടന്ന് നിലവിളിക്കുന്ന കുറെ മലയാളികളുണ്ട്. ആ മലയാളികൾക്ക് ടിക്കറ്റ് എടുക്കാൻ നിവൃത്തിയില്ല. ഇപ്പോ ശ്രമിക് തൊഴിലാളികളെ നമ്മൾ അന്യ സംസ്ഥാനത്തേക്ക് അയക്കുന്ന പോലെ ഈ വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്ന മലയാളികളെ കൊണ്ടുവരാൻ ഒരു സംവിധാനം ആലോചിക്കണം. അതിന് പണത്തെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അതുകൊണ്ട് അടിയന്തരമായി പണമുള്ളവർ പണം മുടക്കി ടിക്കറ്റ് എടുത്ത് വരട്ടെ, പണമില്ലാത്തവർക്ക് വരണ്ടേ. പണമില്ലാത്തവൻ പിണമെന്നാണോ ഗവൺമെന്റ് പറയുന്നത്? പണമില്ലാത്തവർക്കും വരണം. ജീവിതത്തിൽ ഇന്ന് വരെ കേരളത്തെ സഹായിച്ചു മാത്രം പാരമ്പര്യമുള്ളവരാണ് വിദേശ മലയാളികൾ. നമ്മളെ നിലനിർത്തിയവരാണ് വിദേശ മലയാളികൾ. നമ്മുടെ സമ്പദ്ഘടനയെ കരുപ്പിടിപ്പിച്ചവരാണ് വിദേശ മലയാളികൾ. ഇന്ന് വരെ അവര് നമ്മുടെ നേർക്ക് കൈ നീട്ടിയിട്ടില്ല. ഒരു സഹായവും അവർ ചോദിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി അവർ ചോദിക്കുന്ന ഒരു സഹായം അവരുടെ ജന്മനാട്ടിൽ 6 അടി മണ്ണിൽ കിടന്ന് മരിക്കാനുള്ള ഒരു അവകാശം. ആ അവകാശം നിഷേധിക്കാനാകുമോ? അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ COVID-19 ഫണ്ടിലേക്ക് പണത്തിന്റെ പ്രവാഹമാണ്. ആ പ്രവാഹം വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ വിനയപൂർവ്വം കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുന്നു, അങ്ങ് കുറെ കൂടി മനുഷ്യത്വം കാണിക്കണം. ഈ പണം ചെലവാക്കി വിദേശ രാജ്യങ്ങളിൽ ടിക്കറ്റ് എടുക്കാതെ അവിടെ കിടക്കുന്ന ആളുകൾ ടിക്കറ്റ് എടുത്ത് വരുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സ് പിടയുകയാണ്. ഞങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും പോകാമായിരുന്നു. ആ പണമില്ലാതെ വിസ നഷ്ടപ്പെട്ട്, ഇക്കാമ നഷ്ടപ്പെട്ട്, അവിടെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ കഴിയുന്ന ആളുകൾ, അവരെ സഹായിക്കാവുന്നതിന്റെ പരമാവധി വിദേശ മലയാളി സംഘടനകൾ
പരിധി വിട്ടിരിക്കുന്നു. ഇനി ചിലപ്പോൾ അവർക്ക് സഹായിക്കാനാവില്ല എന്ന് വരും. അപ്പോൾ ആഹാരം പോലും കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് വിദേശ മലയാളികളെ കൊണ്ടുവരാൻ ഒരു പ്രത്യേക സംവിധാനം കേരളം ഒരുക്കണം. കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. അതിന് പണം ഒരു തടസ്സമാകാൻ പാടില്ല. പണത്തിന്റെ പേര് പറഞ്ഞ് ഈ മനുഷ്യ ജീവനുകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അപ്പോ കേവലം ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഫിലിപ്പൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗം, റഷ്യ തന്നെ പല രാജ്യങ്ങളായി പിരിഞ്ഞു. അവിടെ എല്ലാം മലയാളികൾ MBBS പഠിക്കാൻ പോയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ പോയിട്ടുണ്ട്. അവർക്കൊക്കെ തിരിച്ചു വരണം. അവരൊക്കെ പഠിക്കാൻ പോയവരാണ്, ജോലി അന്വേഷിച്ചു പോയവരാണ്, സ്ഥിരമായി അവിടെ താമസമില്ലാത്തവരാണ്. അവരുടെ കയ്യിലുള്ള സകല സാമ്പത്തികവും നഷ്ടപ്പെട്ടു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പട്ടിണി കിടക്കുകയാണ്. എന്ത് വില കൊടുത്തും അവരെ കൊണ്ടുവരണം. അതാണ് ഞാൻ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തത്. ഒരു മലയാളി പോലും അന്യനാട്ടിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ആ പ്രസ്താവനയിൽ ആത്മാർത്ഥത ഗവൺമെന്റ് കാണിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. 1. 2, 18 ലക്ഷം ആളുകളാണ് കേരളത്തിന് പുറത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ COVID-19 വന്നു. നമ്മുടെ കർണാടക ഗവൺമെന്റ് തലപ്പാടി അതിർത്തി അടച്ചു. COVID-19 വന്ന് ഈ കാസർഗോഡ് ഒരാൾ പോലും മരിച്ചിട്ടില്ല. പക്ഷേ 16 പേർ മരിച്ചത് കർണാടകത്തിൽ ചികിത്സ നിഷേധിച്ചത് കൊണ്ടാണ്. കർണാടകത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോയ ഒരാളാണ് ഞാൻ. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റിയില്ല. എപ്പോഴാണ് കർണാടകം അതിർത്തി അടച്ചത്? നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ മാർച്ച് മാസം 27-ാം തീയതി കേരള ഗവൺമെന്റ് അസാധാരണമായ ഒരു ഗസറ്റ് വിജ്ഞാപനം വഴി 1897 എപ്പിഡമിക് ആക്ട് അമെൻഡ് ചെയ്ത് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഈ 1897 എപ്പിഡമിക് ആക്ട് അത് വളരെ പുരാതനമായ ആക്ട് ആണെന്നും ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ആക്ട് ആണെന്നും ഈ പാൻഡമിക് ഡിസീസുകൾ തടയാൻ ഈ ആക്ട് അപര്യാപ്തമാണെന്നും ഇന്ത്യൻ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ച ഒരു MP ആണ് കാസർഗോഡ് MP. ഞാൻ പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. കാര്യം ഈ പാൻഡമിക് ഡിസീസ് വന്നാൽ മനുഷ്യരെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് എപ്പിഡമിക് ആക്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആക്ടാണ് 1897. അതിൽ മാറ്റം വരുത്താൻ ഇന്ത്യൻ പാർലമെന്റ് തയ്യാറാക്കണമെന്ന് പറഞ്ഞു. ആ 1897 എപ്പിഡമിക് ആക്ട്, പാൻഡമിക് ഡിസീസ് തടയാനുള്ള ആക്ട്, ആ ആക്ടിൽ ഭേദഗതി വരുത്തി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഈ ഗവൺമെന്റ് അസാധാരണമായ വിജ്ഞാപനം വഴി ആ ഓർഡിനൻസ് പുറത്തിറക്കിയത് മാർച്ച് 27 ആ ഓർഡിനൻസ് വന്നു. കേരളത്തിന്റെ 14 ജില്ലകളും പരസ്പരം ബന്ധിക്കപ്പെട്ടു. കാസർഗോഡുകാർക്ക് കണ്ണൂർ പോകാൻ പറ്റില്ല, കണ്ണൂർക്കാർക്ക് കോഴിക്കോട് പോകാൻ പറ്റില്ല, കോഴിക്കോട് നിന്ന് മലപ്പുറമില്ല. ഇന്റർ ഡിസ്ട്രിക്ട് ലോക്ക് വീണു. ഡബിൾ ലോക്ക് വേറെ, ട്രിപ്പിൾ ലോക്ക് വേറെ. പക്ഷെ ഒരു ജില്ല വിട്ട് ഒരു ജില്ലയിലേക്ക് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ ഈ ഓർഡിനൻസ് വഴി ജില്ലകൾ അടച്ചു. കേരളത്തിന്റെ അതിർത്തികൾ കേരളം ഓർഡിനൻസ് വഴി അടച്ചിട്ട് കർണാടകത്തിന്റെ അതിർത്തി അവരടയ്ക്കുന്നതെന്നാ 28. നമ്മൾ കേരളത്തിന്റെ അതിർത്തി അടച്ചത് 27, ഓർഡിനൻസ് വന്നത് 27. അന്ന് വൈകിട്ട് എല്ലാ ജില്ലകളും അടച്ചു. 28-ാം തീയതി തലപ്പാടി അടച്ചു. അതുപോലെ തന്നെ മണ്ണിട്ട് മുത്തങ്ങ അടച്ചു, സാറടുക്ക അടച്ചു. അതുപോലെ കേരളത്തിൽ നിന്ന് കർണാടകം വഴി വരുന്ന എല്ലാ അതിർത്തികളും അടച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ഫുഡ് ആൻഡ് റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത് രണ്ടും തടയാൻ കോടതി സമ്മതിച്ചില്ല. ആഹാരം കഴിക്കാനുള്ള അവകാശം മൗലികാവകാശം, ജീവൻ നിലനിർത്താനുള്ള അവകാശം മൗലികാവകാശം, ആരോഗ്യ പരിപാലനം മൗലികാവകാശം, റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ. ഇതാണ് ആർട്ടിക്കിൾ 21. ഇതാണ് കർണാടകം ചെയ്തത്. അടച്ചത് വഴി നമുക്ക് മനുഷ്യാവകാശങ്ങൾ, നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താൻ അവിടെ പോകാൻ കഴിയുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ പോയ ഞാനടക്കം ഒരു ആത്മപരിശോധന നടത്തണം. കേരള ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവന്ന് കേരളത്തിന്റെ അതിർത്തി മൊത്തം അടച്ച് ഒരു ജില്ലയിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് വിടാത്തപ്പോ കർണാടകം അവരുടെ അതിർത്തി അടച്ചതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്താ അവകാശം? നമ്മൾ സുപ്രീം കോടതി പോയി. അപ്പൊ അവര് നമ്മൾ ചെയ്തതിനു ശേഷമാണ് അതിർത്തി അടച്ചത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. അന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ യെദ്യൂരപ്പയെ വിളിച്ചു പറഞ്ഞു, കുറെ കൂടി മനുഷ്യത്വം കാണിക്കണം. 16 പേര് മരിച്ചു, നിങ്ങൾ തലപ്പാടിയുടെ അതിർത്തി തുറന്നു കൊടുക്കണം. അന്ന് കേരള
പിടിച്ച ആളുകളെ കൊണ്ട് ഇങ്ങോട്ട് ആളുകൾ വന്നാൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് കോവിഡ് പടരും, സാമൂഹ്യ വ്യാപനം ഉണ്ടാകും. അതുകൊണ്ട് COVID-19 കേരളത്തിലെ ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ ഞങ്ങളുടെ സുരക്ഷയെ കരുതിയിട്ടാണ് ഞങ്ങൾ അതിർത്തി അടച്ചത്. അതുകൊണ്ട് അതിർത്തി തുറന്നു കൊടുക്കുന്ന പ്രശ്നമില്ലെന്നാണ് യെദ്യൂരപ്പ പറഞ്ഞത്. ഇപ്പൊ 4ാം ഘട്ടം വന്നു. കേരളത്തിന് പുറത്തുള്ള എല്ലാവർക്കും പാസ് കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു. പാസ് COVID-19 ജാഗ്രതാ സെൽ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് നമ്പർ 1 കർണാടക, നമ്പർ 2 തമിഴ്നാട്, നമ്പർ 2 മഹാരാഷ്ട്ര, അതിൽ ബോംബെ, പൂന. മലയാളികൾ തിങ്ങി നിൽക്കുന്ന സ്ഥലം. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഒരാളെപ്പോലും മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ ഈ ഗവൺമെന്റ് ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു വാഹനം അയച്ചു കൊടുത്തതായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്രം ശ്രമിക് തീവണ്ടികൾ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ കിടക്കുന്ന ബീഹാറികൾ, ജാർഖണ്ഡുകാർ, ബംഗാളികൾ, അന്യ സംസ്ഥാന തൊഴിലാളികൾ, അവർക്ക് പോകാൻ എത്രയോ തീവണ്ടികൾ കേന്ദ്രം അയച്ചു കൊടുത്തു. ഈ തൊഴിലാളികളെ പണം വാങ്ങിച്ചല്ലേ അവരെ വിട്ടത്. കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികളെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ തീവണ്ടി വന്നിട്ടുണ്ട്, തീവണ്ടി ചോദിച്ചിട്ടുണ്ട്, ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അല്ലാതെയും വന്നിട്ടുണ്ട്. ഞാൻ കേരള ഗവൺമെന്റിനോട് ചോദിക്കുന്നു, ഒരു മലയാളിയെ കൊണ്ടുവരാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു വാഹനം നിങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തോ? കർണാടകത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ബോംബെ, പൂന, എവിടെയെങ്കിലും നിന്ന് കേരള ഗവൺമെന്റ് ഒരു വാഹനം ഏർപ്പാട് ചെയ്ത് കൊടുത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. 2, ബോംബെയിൽ നിന്നൊരു വാഹനം ഇവിടെ വരണമെങ്കിൽ എത്ര രൂപയാണ്? എത്ര രൂപ കൊടുക്കണം? ഒറ്റയ്ക്ക് വരാൻ പാങ്ങുണ്ടോ? 10, 20, 25 പേര് ചേർന്ന് 50 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനം പിടിച്ച് 25 പേര് പോകാൻ പ്ലാൻ ചെയ്ത് ബോംബെയിൽ പാസിന് അപേക്ഷിച്ചു. ബോംബെ പാസ് കൊടുത്തു. ഈ 25 പേരിൽ 20 പേർ കണ്ണൂർക്കാര്, മലപ്പുറംകാര്, കോഴിക്കോടുകാര്, വയനാട്ടുകാര്, 5 പേർ കാസർഗോഡുകാര്. 5 പേർ കാസർഗോഡുകാരായതുകൊണ്ട് കാസർഗോഡ് കളക്ടർ 5 പേർക്ക് പാസ് കൊടുത്തില്ല. അതുകൊണ്ട് 25 പേരുടെ യാത്ര മുടങ്ങി. ഒരു യാത്രയില്ല, ഒരു 10-15 യാത്രകൾ മുടക്കി. ഈ കൂട്ടമായ ആളുകൾ പാസിനപേക്ഷിച്ച് മറ്റെല്ലാ ജില്ലകളിലും പാസ് കിട്ടുകയും മഹാരാഷ്ട്രയിലും ബോംബെയിലും പൂനെയിലും പാസ് കൊടുക്കുകയും ചെയ്ത് യാത്ര ആരംഭിക്കാൻ അവർ ഒരുങ്ങിയിരിക്കുമ്പോൾ കാസർഗോട്ടുകാരെങ്കിലും 1, 2, 5 പേരുണ്ടെങ്കിൽ അവർക്ക് പാസ് കിട്ടാത്തതിന്റെ പേരിൽ അവരവിടെ കിടന്ന് മരിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവർക്ക് വരാൻ പറ്റുന്നില്ല. ബസ് വിടണമെങ്കിൽ 25 പേർക്ക് പാസ് വേണം. 20 പേർക്ക് പാസ് ഉണ്ട്. അവർ കണ്ണൂർക്കാരാണ്, വയനാടുകാരാണ്, മലപ്പുറമാണ്, കോഴിക്കോടാണ്. 5 പേർ അബദ്ധത്തിൽ കാസർഗോഡുകാരാണോ? പാസ് കൊടുക്കില്ല. പല ആവർത്തി നമ്മൾ കളക്ടറെ വിളിച്ചു. കളക്ടർ ഫോൺ എടുക്കുന്നില്ല. ഒരു ജനപ്രതിനിധി, ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു ജനപ്രതിനിധി ഫോൺ ചെയ്താൽ കളക്ടർ ഫോൺ എടുക്കില്ല. തിരക്കായിരിക്കാം. പക്ഷേ തിരക്കൊഴിയുമ്പോൾ തിരിച്ചു പിടിക്കട്ടെ. ഞാൻ ജില്ലാ ഭരണകൂടത്തോട് പറയുന്നു, കേരള ഗവൺമെന്റിനോട് പറയുന്നു, പാസ് ഇല്ലാത്ത ഒരാളെ പോലും കേരളത്തിന്റെ അതിർത്തി കടത്തി വിടരുത്. എവിടുന്ന് എവിടേക്ക്, എവിടുന്നാണോ തിരിക്കുന്നത് അവിടുത്തെ പാസ്, എവിടേക്കാണോ പോകേണ്ടത് അവിടുത്തെ പാസ്. 2 പാസ് ഇല്ലാത്ത ഒരാളെയും കേരളത്തിന്റെ ബോർഡർ കടത്തി വിടരുത്. അപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു. പക്ഷേ പാസിന് അപേക്ഷിച്ചാൽ അവർക്ക് പാസ് കൊടുക്കണം. മഹാരാഷ്ട്ര ഗവൺമെന്റ്, ബോംബെ അതോറിറ്റി, പൂന അതോറിറ്റി കേരളീയ ആളുകൾക്ക് മുഴുവൻ പാസ് കൊടുക്കുന്നു. കർണാടക ഗവൺമെന്റ് പാസ് കൊടുക്കുന്നു. പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയും പാസ് കൊടുക്കും. കളക്ടറെ പറ്റി പ്രയോജനം കണ്ടു, പുള്ളിക്ക് നേരമില്ല. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വിളിച്ചു. ഞാനും അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കാസർഗോഡുകാർക്ക് പാസ് കൊടുക്കണ്ട എന്ന് ഞാൻ ഒരു കളക്ടറോട് പറഞ്ഞിട്ടില്ല. അന്യ സംസ്ഥാനത്ത് നിന്ന് പാസിന് അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും പാസ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാസർഗോഡ് കളക്ടർ
അതിൽ 15 പേർക്ക്, 20 പേർക്ക്, 25 പേർക്ക് പാസ്സുണ്ട്. കാസർഗോട്ടുകാർക്ക് പാസ് കൊടുക്കാത്തത് കൊണ്ട് ഇവർക്ക് വരാൻ പറ്റുന്നില്ല. അവർ യാത്ര അനന്തമായി നീട്ടി പോവുകയാണ്. അവസാനം പാസ് കിട്ടത്തില്ലെന്നാകുമ്പോ അവർ പാസ്സില്ലാതെ അർത്ഥിക്കുന്നു. എന്തിനാ പാസ്സില്ലാതെ അർത്ഥി എഴുതാൻ കയറ്റിവിടുന്നത്? പാസ് കൊടുത്താൽ നിയമാനുസൃതം പാസുമായിട്ട് കടന്നു പോകാം. കേരള ഗവൺമെന്റ് ഒരു ജില്ലാ കളക്ടറോടും അന്യ സംസ്ഥാനത്തിൽ നിന്ന് മലയാളികൾക്ക് പാസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ കളക്ടർമാരും പാസ് കൊടുക്കുന്നുണ്ട്. യു ക്യാൻ വെരിഫൈ എക്സെപ്റ്റ് ദിസ് കാസർഗോഡ് കളക്ടർ. കാസർഗോഡ് കളക്ടർക്ക് കൊമ്പുണ്ട്. ഈ ഒരു കളക്ടർ മാത്രം പാസ് കൊടുക്കാതിരിക്കുക. ബാക്കിയുള്ള കളക്ടർമാർ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും പറയുന്നത് ശിരസ വഹിക്കുമ്പോൾ ഇങ്ങനെ മാത്രം പാസ് കൊടുക്കാതിരിക്കുക. ഇയാൾക്ക് എന്ത് അധികാരം പാസ് കൊടുക്കാതിരിക്കുക? അപ്പൊ പാസ് കൊടുത്താൽ അതിർത്തിയിൽ തിരക്ക് വരില്ല. അവർ വരും, പാസ് കാണിക്കും, കടന്നു. പുള്ളിയുടെ ഷോ നടത്തണമെങ്കിൽ പാസ് ഇല്ലാത്ത ആളുകളല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഈ ഹെലികോപ്റ്റർ വാടക എടുത്തല്ലോ. കേരളത്തിലെ 14 ജില്ലയിൽ മുഖ്യമന്ത്രി പോന്നോ? എന്തെങ്കിലും ചെയ്യുന്നോ? മുഖ്യമന്ത്രി തിരുവനന്തപുരത്തിലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്ന് 14 ജില്ലയിലെ ഭരണം നടത്തുമ്പോൾ കാസർഗോഡ് കളക്ടർ കോൺസ്റ്റബിളിനെ പോലെ റോഡിൽ കിടന്ന് ഷോ കാണിക്കുന്നത്. ഒരു പോലീസ് കോൺസ്റ്റബിള് വണ്ടി കൺട്രോൾ ചെയ്യുന്ന കളക്ടറാണ്. ജില്ലാ കളക്ടറാണോ വാഹനം നിയന്ത്രിക്കേണ്ടത്? ഈ റോഡിൽ നിൽക്കേണ്ടത്? കളക്ടറേറ്റിൽ നിന്ന് ഉത്തരവാദിത്തമായി ജോലി ചെയ്യുന്ന ഒരാള് റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുക, വാഹനം തടയുക. ഒന്ന് ആലോചിച്ചോക്കെ. അപ്പൊ ഇരിക്കേണ്ട ആളുകൾ ഇരിക്കേണ്ടത് ഇരിക്കട്ടെ. അവിടെ നിന്നല്ലേ ജോലി ചെയ്യിപ്പിക്കേണ്ടത്? ഞാൻ ചോദിക്കുന്നു, പാസ് ഇല്ലാത്ത ആളുകൾ ഇവിടെ വരാൻ കാരണം പാസ് കൊടുക്കാത്തതാണ്. പാസ് കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു. ബാക്കി എല്ലാ കളക്ടർമാരും കൊടുക്കുന്നു, ഈ കളക്ടർ കൊടുക്കുന്നില്ല. എന്താ കാര്യം? നമുക്കറിയാം ബോംബെ ഹോട്ട്സ്പോട്ടാണ്, അതുപോലെ തന്നെ പൂന ഹോട്ട്സ്പോട്ടാണ്. ഈ ഹോട്ട്സ്പോട്ടിൽ ഒരേ ഫ്ലാറ്റിലെ വിവിധ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കണ്ണൂർ കളക്ടർക്ക് പാസ് കൊടുക്കാമെങ്കിൽ, കോഴിക്കോട് കളക്ടർക്ക് പാസ് കൊടുക്കാമെങ്കിൽ, മലപ്പുറം കളക്ടർക്ക് പാസ് കൊടുക്കാമെങ്കിൽ, പിന്നെ ഇങ്ങനെ മാത്രം എന്താ കൊടുക്കാൻ പറ്റാത്തത്? അപ്പോ എന്തൊക്കെയോ വൈരനിര്യാതന ബുദ്ധി ഈ കളക്ടർ വെച്ചു കൊടുക്കുന്നു. ഇത് തന്നെയാണ് യെദ്യൂരപ്പ പറഞ്ഞത്. ഈ കളക്ടർ പറയുന്നത് ബോംബെയിൽ നിന്ന് പൂനെയിൽ നിന്നൊക്കെ ആളുകൾ വന്നാൽ കോവിഡുമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ആളുകൾ ചത്തുപോകും. ആളുകൾക്ക് ആ ഭയമില്ല. ഈ മണ്ണിൽ ജനിച്ചു വീണ് ഈ മണ്ണിൽ കിടന്ന് മരിക്കാൻ അർഹതയുള്ള ആളുകളെ ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് ആരോഗ്യമന്ത്രി പറയുകയും കളക്ടർ പറയുന്നു ബോംബെ നാട് വന്നാൽ അവിടെ കോവിഡാണ്, ഹോട്ട്സ്പോട്ടാണ്, റെഡ് സോണാണ്, കോവിഡ് പടരും. എന്തുകൊണ്ടാണ് കളക്ടർ പറയുന്നത് വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഏർപ്പാട് ചെയ്തിട്ടില്ല. ഞാൻ 2-3 എവിഡൻസ് തരാം. കർണാടകത്തിൽ നിന്നൊരു ഫാമിലി, ഒരു ഭാര്യ ഭർത്താവിന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരിങ്ങോട്ട് വരാൻ വേണ്ടി പാസ് ചോദിച്ചു. കർണാടക പാസ് കൊടുത്തു, കേരളം പാസ് കൊടുക്കുന്നില്ല. പാസിന് അപേക്ഷിച്ച പഞ്ചായത്തിൽ നിന്ന് ആ പഞ്ചായത്തിലെ മെമ്പർ വിളിച്ചു. നിങ്ങൾ പാസിന് അപേക്ഷിച്ചു, വിവരം ഞങ്ങൾ കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുകയാണ്. നിങ്ങളുടെ വീട് ഒരു ചെറ്റക്കൂല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. 2 നില കെട്ടിടം ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. 2 നില കെട്ടിടം ഉണ്ടെങ്കിൽ മേളിലത്തെ നിലയിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാം. ഹൗസ് ക്വാറന്റൈൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് COVID-19 എന്ന് തീരുന്നു അന്ന് വന്നാൽ മതി, അതുവരെ ഇങ്ങോട്ട് വരണ്ട. ഇവിടെ വന്നാൽ നിങ്ങളെ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇടമില്ല, ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ല. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ 2 നിലയുണ്ടെങ്കിൽ മുകളിൽ താമസിക്കാൻ കഴിയുന്ന ആളുകൾ വന്നാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. പാസ് തരില്ല. അതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ചെന്നൈയിൽ നിന്ന് അഭ്യസ്തവിദ്യനായ ഒരാൾ നിയമാനുസൃതം പാസിന് അപേക്ഷിച്ചു. ആ പാസിന് അപേക്ഷിച്ച ആള് ഇന്നലെ വന്നു. അയാളുടെ നമ്പർ ഞാൻ തരാം. അയാൾ ഇന്നലെ കണ്ണൂർ വന്നു, പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് തന്നെ പൊട്ടിത്തെറിക്കില്ലേ? ഞാൻ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ വന്നത്. കേരളത്തിന്റെ പാസ് നിങ്ങളുണ്ട്, കർണാടകത്തിന്റെ പാസ് ഉണ്ട്. കേരളത്തിന്റെ പാസ് കാസർഗോഡ് ജില്ലയുടെ പാസ്സാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ നടത്തണം. അയാൾ പറയുന്നു, എന്റെ വീട്ടിൽ പ്രായാധിക്യമുള്ള 2 പേരാണ്, കൊച്ചു കുട്ടികളുണ്ട്, എന്റെ വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനമില്ല. ഞാൻ വരുന്നത് COVID-19 നടുവിൽ നിന്നാണ്, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ തരണം, തന്നേ പറ്റൂ. തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അയാൾ കണ്ണൂർ ഇറങ്ങി അവിടെ രോഷപ്രകടനം നടത്തി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാസർഗോഡ് ജില്ലാ കളക്ടറെ വിളിച്ച് അവർ തരാൻ തയ്യാറെന്ന് MP അറിയിച്ചാൽ ഞാൻ വരാം, നിങ്ങളെ കൊണ്ടുപോയി ക്വാറന്റൈൻ ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ചെയ്യാം, നിങ്ങൾക്ക് ഭക്ഷണം തരാം.
പക്ഷെ അതിനുള്ള അധികാരം എനിക്കില്ല. അധികാരികൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യാം, അല്ലാതെ ഞാനെങ്ങനെ നിങ്ങളെ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് നിങ്ങൾ UB കക്ഷിയുടെ കളക്ടർ എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. എന്ത് വേണം? ഒരാൾ പറയുന്നു എൻ്റെ വീട്ടിൽ പ്രായാധിക്യമുള്ള അച്ഛനമ്മയുണ്ട്, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, കുട്ടികളുണ്ട്, എൻ്റെ വീട്ടിൽ സൗകര്യമില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ തരാമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്, പാസ് തന്നത്. ഇപ്പൊ തരുന്നില്ല, എല്ലാവരും കൈവിട്ടു, പഞ്ചായത്ത് കൈവിട്ടു, കളക്ടർ കൈവിട്ടു, കണ്ണൂര. ഇന്ന് ഞാൻ അയാളെ 3-4 പ്രാവശ്യം വിളിച്ചിട്ടില്ല. നമ്പർ തരാം, നിങ്ങൾ വെരിഫൈ ചെയ്യണം. അപ്പോ മരണം വിലയ്ക്ക് വാങ്ങാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞ യെദ്യൂരപ്പയും ഈ കാസർഗോഡ് കളക്ടർ തമ്മിൽ എന്താ വ്യത്യാസം? ഇങ്ങനെ പറയുന്നതാണ്. ബോംബെയിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, പൂനെയിൽ നിന്ന് മരണം വിലയ്ക്ക് വാങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ആണോ? ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ബോംബെ, മഹാരാഷ്ട്ര, പൂന, കർണാടകം ഹോട്ട്സ്പോട്ട്, അതുപോലെ തന്നെ റെഡ് സോൺ. അവിടെ നിന്നുള്ള ആളുകൾ പാസിന് അപേക്ഷിച്ചാൽ പാസ് കൊടുക്കണം, അവരെ ഇവിടെ വരുത്തണം. പാസ് ഇല്ലാതെ ഒറ്റയാളെ അതിർത്തി കടത്തിവിടരുത്. പാസ് ഇല്ലാതെ അതിർത്തി കടത്തിവിടരുത് ഞാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, മഞ്ചേശ്വരത്ത് മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി റസാഖ്, അയാൾ അളിയനാണല്ലോ ഷെരീഫ്, അയാൾ എങ്ങനെ അവിടെ വന്നേ? ഏത് പാസിനെടുത്താലേ വന്നേ? ബോംബെയിൽ COVID-19 അവിടെ വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് ഇയാൾ എങ്ങനെ ഇവിടെ വന്നു? ആൾമാറാട്ടം നടത്തി ലോറിയിലെ ക്ലീനറായി ലോറി കയറി വന്ന് 2 ദിവസം അവിടെ താമസിക്കുകയാണ് ഉടുപ്പിയിൽ. അവിടെ നിന്ന് എങ്ങനെ ഈ അതിർത്തിയിലെത്തി? ഏത് പാസിന്റെ ബലത്തിലാണ് ഇയാൾ അതിർത്തി കടത്തിക്കൊണ്ടുപോയത്? ഒരു മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഒരു പഞ്ചായത്ത് മെമ്പർ. COVID-19 ഒറ്റ നിയമേ ഉള്ളൂ. ആ നിയമം പഠിച്ച ഒരാളെ ഞാൻ ചോദിക്കുന്നു. കേരളത്തിൽ ഇപ്പോ 2 MP-മാരെ ക്വാറന്റൈൻ ചെയ്തത്, TN പ്രതാപനെയും ശ്രീകണ്ഠനെയും, 3 MP, രമ്യ ഹരിദാസ്, ബാബു MLA, ഷാഫി പറമ്പൻ MLA, അതുപോലെ നമ്മുടെ വടക്കാഞ്ചേരി MLA, 3 പേരെ ക്വാറന്റൈൻ ചെയ്തല്ലോ. എപ്പിഡമിക് ആക്ടിന്റെ മുമ്പിലും ക്വാറന്റൈൻ നിയമത്തിന്റെ മുമ്പിലും മന്ത്രിയില്ല, MLA ഇല്ല, MP ഇല്ല, കളക്ടറില്ല. ഈ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ അതിർത്തിയിൽ പോയി കോവിഡ് രോഗികളുള്ള സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞല്ലേ 3 MP-മാരെ ക്വാറന്റൈൻ ചെയ്തത്? ശ്രീകണ്ഠനടക്കം, ഷാഫി പറമ്പനടക്കം 3 പേരെ. അങ്ങനെയാണെങ്കിൽ എന്നും വൈകിട്ട് ഈ കോവിഡ് രോഗികൾ മൊത്തം വരുന്ന ഈ തലപ്പാടിയിൽ എന്നും വൈകിട്ട് പോകുന്ന ഒരാളാണ് ഇദ്ദേഹം. കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകന് മാധ്യമ ത്വരമുണ്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തല്ലോ. കളക്ടർ അല്ലല്ലോ ഇത്, കേരളത്തിലെ മുഖ്യമന്ത്രി എന്നും 5 മണിക്ക് കേരളത്തിൽ ജനങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നില്ലേ? പിന്നെ ഇതിനാ ഓരോ കളക്ടർമാരും ചാനലിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, ഇന്റർവ്യൂ കൊടുക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഒറ്റ വാക്ക്, അത് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്ന വാക്കല്ല. പിന്നെ അതിന് താഴെ തലയിരിക്കുമ്പോൾ വാലാവേണ്ട കാര്യമുണ്ട്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ഇവിടെ വാലാടുന്നു കളക്ടർ. ഈ കളക്ടർ മാത്രമല്ല, ബാക്കി 13 കളക്ടറില്ലാത്തൊരു ത്വര ഇക്കാര്യത്തിൽ. അവിടെ ഇവരെ ക്വാറന്റൈൻ ചെയ്തത് ശരിയാണെന്ന് ബാധിക്കുന്ന ഒരു MP ആണ്. അവര് COVID-19 എന്തെങ്കിലും നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിഡമിക് ആക്ട് സെക്ഷൻ 516 ഇട്ട് അവർക്കെതിരെ കേസെടുക്കണം. നാളെ രാജ്മോഹൻ ഉണ്ണിത്താൻ എപ്പിഡമിക് ആക്ട് ലംഘിച്ചാൽ എനിക്കെതിരെ കേസെടുക്കണം. സെക്ഷൻ 516 കൊണ്ട് കേസെടുക്കണം. 2 കൊല്ലം ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, 10,000 രൂപ പിഴ അടക്കാൻ തയ്യാറാണ്. വേണ്ടേ നിയമം? ആ നിയമം എല്ലാവർക്കും ബാധകമില്ലേ? മന്ത്രിക്ക് ബാധകമാണ്, പിന്നാണോ കളക്ടർ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2 MLA-മാർ എന്നെ നെല്ലിക്കുന്നും കമർദിയും, അയാള് ഒരാളുമായി ഒരു കല്യാണത്തിൽ പങ്കെടുത്തതിന് 14 ദിവസം ക്വാറന്റൈൻ. മനസ്സിലാക്കാം. ഹൈ റിസ്ക് ക്വാറന്റൈൻ 28 ദിവസം. കല്യാണത്തിൽ പങ്കെടുത്തൊരു ഫോട്ടോ എടുത്തതിന് 2 MLA-മാരെ 28 ദിവസം ക്വാറന്റൈൻ ചെയ്തെങ്കിൽ ഈ കളക്ടർ 48 ദിവസം ക്വാറന്റൈൻ ചെയ്തൊക്കെ കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. എന്തേ ഈ കളക്ടർ 14 ദിവസം ക്വാറന്റൈനിൽ പോയില്ല? എന്തേ ഈ കളക്ടർ 28 ദിവസം ഹൈ റിസ്കിൽ പോയില്ല? അപ്പൊ ഈ ജില്ലയിലെ ആളുകൾക്ക് ഈ COVID-19 പകർന്നു കൊടുക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ ഈ കളക്ടർ? ആണോ? 2 MLA-മാരെ ഈ കളക്ടർ 28 ദിവസത്തെ ഹൈ റിസ്ക് ക്വാറന്റൈൻ വിട്ടെങ്കിൽ കളക്ടറും 28 ദിവസം പോകട്ടെ ക്വാറന്റൈൻ. കളക്ടറും COVID-19 പോസിറ്റീവായ ഒരാൾക്ക് ഇന്റർവ്യൂ പോകട്ടെ. നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ.
എപ്പിഡമിക് ആക്ടിൽ സെക്ഷൻ 5 and 6 ആര് വയലേറ്റ് ചെയ്യുന്നു, whether it may be a collector or minister, MP or MLA, whoever it may be, സെക്ഷൻ 6 5 6 കേസെടുത്ത്. അപ്പൊ MLA മാരെ ക്വാറന്റൈൻ ചെയ്യാം, MP മാരെ ക്വാറന്റൈൻ ചെയ്യാം, മന്ത്രിയെ വേണ്ട. നിയമം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് അഭിഹിതമായ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മനുഷ്യക്കടത്ത് നടത്തിയ പോലെ ഒരു പച്ച ഉദാഹരണം ഞാൻ തരാം. നേതാക്കന്മാരുടെ ഫോൺ വരുന്നു, കളക്ടറുടെ വരുന്നു, യാതൊരു പാസുമില്ലാതെ ആളുകളെ കടത്തിവിടുന്നു. ഇവിടെ ഈ സാമൂഹ്യ വ്യാപനം അനധികൃതമായി വരുന്ന ആളുകളെ കടത്തിവിടുന്ന വഴിയാണ്. നേരെ മറിച്ച് 2 സ്റ്റേറ്റിന്റെയും പാസ്, ബോംബെ ടു കാസർഗോഡ് 2 പാസ് ഉണ്ടെങ്കിൽ അവരുടെ മുഴുവൻ ഹിസ്റ്ററിയും രേഖപ്പെടുത്തുന്നു. അവരാരാ, എന്താ, എവിടുന്ന, ഇതൊന്നും പിടിക്കാൻ പറ്റില്ല. ഒരു ഫോൺ കോളിന്റെ പുറത്ത് കയറ്റിവിടാനാ വൈകിട്ട് അവിടെ പോകുന്നത്. അതുകൊണ്ട് വളരെ ഇതായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിന് പുറത്തുള്ള ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ മന്ത്രിയുടെ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആ പ്രസ്താവന അക്ഷരപ്രതി നടപ്പിലാവണം. അതുകൊണ്ട് കേരളത്തിന് പുറത്ത് 4 പാസിന് അപേക്ഷിക്കുന്നു, പാസ് കൊടുക്കണം, അവരെ കടത്തിവിടണം, അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെയ്യണം, അവർക്ക് ആഹാരവും വെള്ളവും കൊടുക്കണം, 14 ദിവസം കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് മാറ്റണം. അതിന് കേരള ഗവൺമെന്റ് കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കണം. ഇതിപ്പോ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുക. ഭൂമിയോളം ക്ഷമിച്ചു, പക്ഷെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാൽ ആരും പാതാളത്തിൽ പോകുമെന്ന് കളക്ടർ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ നാളെ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടന്നിരിക്കും. ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് പേടിച്ചു പോകുന്ന ഒരാളല്ല കാസർഗോഡ് എംപി. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിയമത്തിന്റെ വഴിക്ക് പോകാൻ വേണ്ടി ഏത് എക്സ്റ്റന്റ് വരെയും രാജ്മോഹൻ വിധാൻ പോകും, അതിനാർക്കും സംശയം വേണ്ട. അതിനാണ് 40,437 വോട്ട് തന്ന് ജനങ്ങളെ ജയിപ്പിച്ചത്. ജനങ്ങളോടൊപ്പം നിൽക്കാനാണ്. എന്റെ യജമാനന്മാർ ഇവിടുത്തെ ജനങ്ങളാണ്, ഞാൻ അവരുടെ ദാസനാണ്, സേവകനാണ്. കളക്ടർ പറയുന്നത് കാസർഗോഡിലെ ജനങ്ങൾ അവരുടെ യജമാനാണ്, ഞാൻ അവരെന്റെ ദാസന്മാരാണ്. ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ കളക്ടറുടെ ദാസന്മാരായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല, സൗകര്യമില്ല. അങ്ങനെ ജില്ലാ കളക്ടർ ദാസനാകണമെങ്കിൽ, പാടസേവകനാകണമെങ്കിൽ ഒരു പാസ് നിയമാനുസൃതമല്ലാതെ ഞങ്ങൾക്ക് വേണ്ട. ആ പാസ് കിട്ടാൻ കളക്ടർക്ക് വിടുപടി ചെയ്യണമെങ്കിൽ ആ പണി ചെയ്യാൻ ഇവിടെ ആളെ കിട്ടത്തില്ല. അതുകൊണ്ട് COVID-19 അതിന്റെ സകല വശങ്ങളും മനസ്സിലാക്കി ഞാൻ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ടെക്സ്റ്റൈലുകൾ തുറക്കാം, 2 നില കെട്ടിടം തുറക്കാം. കളക്ടർ പറഞ്ഞു തുറക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പറഞ്ഞു ബാർബർ ഷാപ്പ് തുറക്കാൻ, കളക്ടർ പറഞ്ഞു തുറക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഇങ്ങനെ പോയി മുടി വെട്ടി കൊടുക്കണ്ടേ? ബാർബർ ഷാപ്പ് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ കളക്ടർ മുടി വെട്ടി കൊടുക്കൂ. ആദ്യം കേരള മുഖ്യമന്ത്രി പറഞ്ഞു ബാർബർ ഷാപ്പ് തുറക്കാൻ, പ്രധാനമന്ത്രി പറഞ്ഞു പറ്റില്ല, മുഖ്യമന്ത്രി അടച്ചു. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ബാർബർ ഷാപ്പ് തുറക്കാൻ, ഇയാൾ പറയും തുറക്കണ്ട, ഞങ്ങൾ തുറക്കുന്നില്ല, ബാർബർ ഷാപ്പ് തുറക്കുന്നില്ല, കളക്ടർ പോയി മുടി വെട്ടി കൊടുക്കൂ. അപ്പൊ മുഖ്യമന്ത്രി ബാർബർ ഷാപ്പ് തുറക്കാൻ പറഞ്ഞാൽ ബാർബർ ഷാപ്പ് തുറന്നു കൊടുക്കണം. മുഖ്യമന്ത്രി ടെക്സ്റ്റൈൽ തുറക്കാൻ പറഞ്ഞാൽ ടെക്സ്റ്റൈൽ തുറക്കാൻ അനുവദിക്കണം. മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യാൻ പറയുന്നു അത് ചെയ്യണം. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കോറി തൊഴിലാളികൾക്ക് ജോലി കിട്ടാൻ കോറി മുതലാളിമാരുടെ കോറി പ്രവർത്തിപ്പിക്കാൻ പറഞ്ഞോ. 4 or 5 മണ്ണ് വാരുന്ന തൊഴിലാളികൾ ജോലി കിട്ടാൻ കടത്ത് നടത്താൻ പറഞ്ഞു. മണ്ണ് വാരം എന്തൊരു താല്പര്യം. 5 തൊഴിലാളി അവർക്ക് വേണ്ടി മണൽ കടത്ത് തുടങ്ങി, കോറിക്കടത്ത് തുടങ്ങി. ഇവിടെ എത്രയോ ലക്ഷം തൊഴിലാളികൾ, ഓട്ടോറിക്ഷ, ടാക്സി, ഒരാൾക്ക് പോലും ജോലിയില്ല തൊഴിലാളിക്ക്. ആ തൊഴിലാളിയോടൊന്നും കാണിക്കാത്ത പ്രേമം കളക്ടർ ഈ കോറി രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളിയോട്, അതുപോലെ മണൽ വാര രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളിയോട് കാണിക്കുമ്പോൾ രാജ്യകാര്യത്തിൽ രാജാവില്ലാത്ത താല്പര്യം മന്ത്രിക്ക് വന്നാൽ ദുരുദ്ദേശം തന്നെയാണ്. അപ്പോ കോറി മുതലാളിമാരോടും മണൽ മുതലാളിമാരോടും കാണിക്കുന്ന ഒരു കാര്യം ഇവിടെ കാണിക്കണം. അല്ലാതെ അദ്ദേഹം സ്വയം പറയുന്നത് ഇയാൾ കോവിഡ് വിദഗ്ധനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കളക്ടറെ കുറിച്ച് കേൾക്കാത്ത നമ്മുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ പരുന്ത് പോലെ ഇയാൾ റാഞ്ചിക്കൊണ്ട് അമേരിക്കയിൽ പോയത് ഈ കളക്ടറെ.
ഈ കളക്ടറെ അമേരിക്കയിൽ കിട്ടിയിരുന്നെങ്കിൽ ട്രംപ് പറയും, ഓ ഞങ്ങളുടെ ഈ നാട് രക്ഷപ്പെട്ടേനെ. ഇത്രയും ബുദ്ധിരാക്ഷസനായ ഒരു കോവിഡ് വിദഗ്ധൻ കാസർഗോഡ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പരുത്തുപോലെ റാഞ്ചി ഈ കളക്ടറെ അവിടെ കൊണ്ടുപോയി അമേരിക്ക കോവിഡ് മുക്തമാക്കിയത് എന്ന് ട്രംപ് പോലും പറഞ്ഞേനെ. പുള്ളിയുടെ പാവം കണ്ടാൽ നമ്മളെ ഉത്തരം താഴ്ന്നത് വലിയ ഇതെല്ലാം പുള്ളി താങ്ങി നിർത്തിയിരിക്കുന്ന. ഇത് ഒരു പറ്റം കൂട്ടായ്മയുടെ ഫലമാണ് ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ, അല്ലാതെ ഒരാളിന്റെ ഫലമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ കേരളത്തിന് പുറത്തുള്ള മുഴുവൻ ആളുകൾക്കും ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ അവരെ അവിടെ കിടന്ന് മരിക്കാൻ അനുവദിക്കും ഇവിടെ കൊണ്ടുവരണം. അവർ പാസിന് അപേക്ഷിക്കും. പാസിന് അപേക്ഷിച്ചാൽ മറ്റു ജില്ലാ കളക്ടർമാർ പാസ് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിലക്കില്ലാത്തടത്തോളം കാലം കാസർഗോഡുകാർക്ക് പാസ് കൊടുക്കണം. അവരെ കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ, ഒരു കളക്ടർ മാത്രം കൊണ്ടുവരാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ വർത്തമാനത്തിന്റെയും അതുപോലെ സമരത്തിന്റെയൊക്കെ ശൈലി മാറും. പിന്നെ ജയിലിൽ പോകേണ്ടി വന്നാലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വിനയപൂർവ്വം ഞാൻ ഈ മഹാപ്രഭാവനായ യുഗപ്രഭാവനായ കളക്ടറോട് പറയുന്നു, അങ്ങ് തൽക്കാലം ജനങ്ങളുടെ യജമാനന്മാരാകാതെ കുറച്ചു കാലം ജനങ്ങളുടെ ദാസന്മാരാകെ. അവർക്ക് നിവൃത്തിയില്ല, ജീവന് വേണ്ടി കേടുകയാണ്, അവരെ ചവിട്ടി തേക്കരുത്. ഒരു പെൺകുട്ടിയുടെ കല്യാണം വന്നു, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, 12 മണിക്ക് മുഹൂർത്തം വന്ന് കാല് പിടിച്ചു. 12 മണിക്ക് മുഹൂർത്തം. ഒരു മനുഷ്യപ്പറ്റുണ്ടായിരുന്നെങ്കിൽ പാസ് കൊടുത്ത കല്യാണ സമയത്ത് നടക്കത്തില്ലേ? മുഹൂർത്തം ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. ആചാരമൊന്നും ഇപ്പൊ ഇല്ലെങ്കിൽ പോലും 12 മണിക്ക് കല്യാണമാണ്, പാസ് വേണമെന്ന് പറഞ്ഞിട്ട് ആ പാസ് കൊടുത്തില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യാവകാശ ലംഘനം, മനുഷ്യത്വഹീനമായ പരിപാടികൾ ഈ അതിർത്തിയിൽ നടക്കുന്നു. അതിനെതിരെ ഞങ്ങൾ ഇന്ന് 12:30 MLA-മാരും ജില്ലാ പഞ്ചായത്തുകളും കൂടുന്നുണ്ട്. കൂടിയിട്ട് ചില കാര്യങ്ങൾ ആലോചിക്കും. അത് പിന്നീട് നിങ്ങളെ വിളിച്ച് പറയും. അപ്പോൾ വളരെ വേദനാജനകമായ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞാൻ നിങ്ങൾ ദയവായി നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ കുറ്റപ്പെടുത്താതെ പറയാം. നമ്മൾ ഈ COVID-19 വന്ന് നിങ്ങൾ നടത്തിയ സേവനം ഞാൻ പറയും. നിങ്ങളെല്ലാവരും COVID-19 ഞാൻ എല്ലാവരും വിളിക്കുമ്പോൾ എല്ലാവരും വീട്ടിലാണ്. പക്ഷേ മന്നവേന്ദ്ര ഉടമൊന്നും ചന്ദനപ്പുറത്തിന് മുഖമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ തലപ്പാടി അയാൾ വന്നു, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടുതൽ അടിച്ചവന്റെ തല പിടിക്കണം, ഇവനെ പിടിച്ചാകുക. ഒരു ജില്ലാ പഞ്ചായത്ത് അവനവിടെ വന്നത് ആളെ ചെയ്യാൻ, വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ. നോമ്പ് കാലം ഇതൊരു ആചാരവും. വൈകുന്നേരം നോമ്പ് കുറിച്ചാൽ ഭക്ഷണം മതിയായി പോവും, വെള്ളം കൊടുക്കും. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മെമ്പറെ അടിച്ചോടിക്കാൻ പറഞ്ഞു, പിടിച്ചകത്തിടാൻ പറഞ്ഞു, കേസെടുക്കാൻ പറഞ്ഞു, എന്താ വെള്ളരിക്കാൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയില്ലാത്ത അധികാരം ഉദ്യോഗസ്ഥന് കിട്ടി. ഇപ്പോഴാണ് ജനാധിപത്യത്തിന്റെ വില നമ്മൾ അറിയുന്നത്. ജനാധിപത്യത്തിൽ ജനപ്രതികൾക്ക് ഭയം ജനങ്ങളെയാണ്, ഉദ്യോഗസ്ഥന്മാർക്ക് ആരെയും പേടിയില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥ ഭരണമാണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ തിക്തഫലമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. മാധ്യമങ്ങളോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, നിങ്ങൾ ആരെയും കുറിച്ചാക്കണ്ട, നിങ്ങൾ ആരെയും വലുതാക്കണ്ട. പണ്ട് സ്വദേശാഭിമാൻ രാമകൃഷ്ണൻ പറഞ്ഞൊരു വാചകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം തെറ്റ് ചെയ്താൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ദൈവത്തിന് തെറ്റ് ചെയ്യാൻ ഭരണഘടനയിൽ പ്രത്യേക അധികാരമൊന്നും കൊടുത്തില്ല. ദൈവമാണ് തെറ്റ് ചെയ്യുന്നത്, ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. ചുമ്മിയാ തിരക്കുന്ന മുൻപാതെ ചുമ്മാ കൊണ്ടെന്ന് വിചാരിക്കണം. അനങ്ങും ആരും നിങ്ങളാർക്കും നിങ്ങൾ കരം കൊടുത്ത് ജീവിക്കുന്നവരാർക്കും കപ്പ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ COVID-19 എങ്ങനെയെങ്കിലും അകറ്റാൻ നിങ്ങൾ നൽകിയ സഹകരണം, നിങ്ങൾ നൽകിയ സഹായം, നിങ്ങൾ നടത്തിയ ഈ സേവനം ഈ ഭരണാധികാരി ദുർവിനിയോഗം ചെയ്യുകയാണ്. അപ്പോ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയടിസ്ഥാനത്തിൽ പുള്ളി ഇങ്ങനെ രോമാഞ്ച കഞ്ചൂർ പണിഞ്ഞ് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി 5 മണിക്ക് അവിടെ നടത്തുമ്പോൾ 2:30 പുള്ളി. അപ്പൊ ചില ആളുകൾ പുള്ളിയെ കൊനാനിക്കുക, വെറുതെ ചോദിച്ചിട്ട് പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്യുക. ആത്മപ്രശംസ. നമ്മളെ കുറിച്ച് അന്യതന്നെ നല്ല വാക്ക് പറയുന്നത് പുള്ളി തന്നെ പറയുക, മനസ്സിലായി. അതുകൊണ്ട് ഇതിന് അറുതി വന്നേ മതിയാവൂ. ഞാൻ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കാരണവശാലും പാസില്ലാത്ത ഒരാളെയും ഈ അതിർത്തി കടത്തിവിടരുത്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പാസിന് അപേക്ഷിക്കുന്നവർക്ക് പാസ് കൊടുക്കണം. പാസ് കൊടുത്ത് വെരിഫൈ ചെയ്ത് കയറ്റിവിട്ട് അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെയ്ത്
അവർക്ക് രോഗമില്ലെന്ന് തെളിഞ്ഞല്ലാതെ ഒരാളെയും വീട്ടിൽ വിടരുത്. അല്ലാതെ അവിഹിതമായി ഈ ഏരിയ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി പോലെ ചെയ്ത പഠിക്കുന്നത് ഞങ്ങളാരുമില്ല. പക്ഷേ ഒറ്റ മിനിറ്റ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. ഞാൻ ഇന്ന് 2 പത്രസമ്മേളനം നടത്താനാണ് വന്നത്. അപ്പൊ ഒന്ന്, നാളെ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ്. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത്. നാളെ 21, മറ്റേനാൾ 22, അത് കഴിഞ്ഞാൽ മെയ് 23. ഞാൻ ഇനി അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു ബ്രീഫിംഗ് ഉണ്ട്. നാളെ ഒരു പത്രസമ്മേളനം കുറിക്കാൻ നിങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട് മാനിച്ചിട്ട് ഇതുവരെ സംസാരിച്ച മൊത്തം COVID-19, ഇനി എൻ്റെർലി ഡിഫറൻറ്റ് മാറ്റർ ഒരു 10 മിനിറ്റ് അത് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് മെയ് മാസം 23-ാം തീയതിയാണ് കാസർഗോഡ് ജനങ്ങൾ 40,438 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ എന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു. 1984-ൽ ശ്രീ രാംറായ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് MP, ഒരു UDF MP ഇവിടെ ഉണ്ടാകുന്നത്. എന്നെ ഒരു MP ആക്കാൻ കോൺഗ്രസുകാരും UDFകാരും മാത്രമല്ല സഹായിച്ചത്, രാഷ്ട്രീയത്തിന് അതീതമായി എന്ന് പറയുമ്പോൾ അതിൽ മാർക്സിസ്റ്റുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJPക്കാരുണ്ട്, INL-കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു നല്ല ശതമാനം ആളുകൾ, അതുപോലെ പല സാമൂഹ്യ സംഘടനകൾ രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സഹായിച്ചു. മാത്രമല്ല രോഗമാസകരമുള്ള ജനങ്ങളുടെ പ്രാർത്ഥന, അതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജനങ്ങളുടെ പ്രയത്നം, അതിൻ്റെ ഫലമായിട്ടാണ് എനിക്കൊരു പാർലമെന്റ് അംഗമാകാൻ സാധിച്ചത്. എന്നെ ഒരു പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുത്തതിൽ ഞാൻ ഒരിക്കൽ കൂടി ഈ കാസർഗോഡ് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തി. 2, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. ആ വാഗ്ദാനം മറ്റൊന്നുമല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ, എന്നെ ഒരു MP ആക്കിയാൽ ഞാൻ കാസർഗോഡ് മണ്ഡലം വിട്ട് മറ്റൊരിടത്തും പോകില്ല. MP എന്നാൽ ഇവിടെ താമസിച്ച് ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. 1 വർഷം അക്ഷരം പ്രതി ഞാൻ ആ വാക്ക് പാലിച്ചു. ഞാൻ ഈ ജില്ല വിട്ട് പുറത്ത്, എൻ്റെ വീടടക്കം കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തു പോയത് ഈ 1 വർഷക്കാലത്തിനിടയ്ക്ക് 5 or 6 ദിവസം മാത്രമാണ്. ബാക്കി പരിപൂർണമായി ഞാൻ ഇവിടെ തന്നെ താമസിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. പാർലമെന്റിൽ പോകുന്നത് ഞാൻ കാസർഗോഡ്, കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ മംഗലാപുരം എയർപോർട്ടിൽ നിന്നോ, തിരിച്ച് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നത് കണ്ണൂർ എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ മംഗലാപുരം എയർപോർട്ടിലേക്കാണ്. ഞാൻ 2 പ്രാവശ്യം മാത്രമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം കാസർഗോഡ് താമസിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 1 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ മെയ്ഡൻ സ്പീച്ച്, കന്നി പ്രസംഗം, അത് എൻഡോസൾഫാനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്കറിയാം, എൻഡോസൾഫാന്റെ 3000-ഓളം വിക്ടിംസ് ഇന്നും ഇവിടെ ജീവിക്കുന്നു. ആരും നോക്കാതെ, ആരും സഹായിക്കാതെ, കുറെ സാമൂഹ്യ സംഘടനകളുടെ സഹായത്തിനുണ്ട്, മറ്റൊരു സഹായവും അവർക്ക് അർഹിക്കുന്ന രീതിയിൽ ലഭിച്ചിട്ടില്ല. 1978-ൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കശുമാവിന് അടിച്ച എൻഡോസൾഫാൻ, ആ കീടനാശിനി ഏതാണ്ട് 30 ഗ്രാമപഞ്ചായത്തിലും 3ഓളം മുനിസിപ്പാലിറ്റിയിലും നാശം വിതയ്ക്കുകയുണ്ടായി. ആ എൻഡോസൾഫാൻ സുപ്രീം കോടതി വരെ പോയ ഒരു കാര്യമാണ്. 6727 പേരെ എൻഡോസൾഫാന്റെ ഇരകളായി കണ്ടെത്തുകയും സുപ്രീം കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ഇവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. സുപ്രീം കോടതിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടിട്ട് പോലും ഈ 6727 പേരിൽ കേവലം 4200-ഓളം പേർക്ക് ഇതുവരെ നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടില്ല. അപ്പം 4200-ഓളം ആളുകൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ 6000-ൽ എത്ര പേർക്ക് കിട്ടി എന്ന് നിങ്ങൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ രോഗബാധിതരായ ആളുകൾക്ക് വേണ്ടി ആരംഭിച്ച ബെഡ് സ്കൂളിൽ അവിടെ അധ്യാപകരില്ല, പ്രാഥമിക സംവിധാനമില്ല, ഒന്നുമില്ല. അപ്പം ഇവർക്ക് വേണ്ടി ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്, അതായത് NIPID എന്ന് പറയുന്ന ഒരു സ്ഥാപനം
ഈ കാസർഗോഡ് ആരംഭിക്കണമെന്ന്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം, എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി മാത്രം നീപ്പെട്ടിന്റെ ഒരു കേന്ദ്രം ഈ കാസർഗോഡ് നടത്തണമെന്ന്, ആരംഭിക്കണമെന്ന്, ഈ എൻഡോസൾഫാൻ മൂലം ബുദ്ധിമാന്ദ്യം അനുഭവിക്കുന്ന ആളുകൾക്ക് അതേറെ ഉപകാരപ്പെടുമെന്നും പാർലമെന്റ് അവതരിപ്പിക്കുകയും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ആദ്യത്തെ പ്രസംഗം എൻഡോസൾഫാന് വേണ്ടിയിട്ടാണ്. 2, കാഞ്ഞങ്ങാട്ട് നിന്ന് കാണൂരേക്ക് ഒരു തീവണ്ടി പാത. മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ 16 റെയിൽവേ സ്റ്റേഷൻ, ഓവർ ബ്രിഡ്ജ്, അണ്ടർ ബ്രിഡ്ജ്, അതുപോലെ തന്നെ ഏതാണ്ട് 37 ഏക്കർ സ്ഥലം ഇവിടെ കുമ്പളയിലുണ്ട്. കുമ്പളയുടെ സ്റ്റേഷൻ വികസനം, റെയിൽവേ വികസനം, അതുപോലെ കണ്ണൂർ അവസാനിക്കുന്ന ജനശതാബ്ദി, എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, അതൊക്കെ കാസർഗോഡ് വരെ നീട്ടണമെന്നും ഈ 16 റെയിൽവേ സ്റ്റേഷന്റെയും വികസനത്തെ കുറിച്ച് പാർലമെന്റിൽ 2 പ്രാവശ്യം ഞാൻ പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് കരിന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് 2019 കേന്ദ്രമന്ത്രി വന്ന് ഒരു തറക്കല്ലിട്ടു. ആ തറക്കല്ലിട്ടത് നാച്ചുറോപ്പതി യോഗ ആൻഡ് നാച്ചുറോപ്പതി റിസർച്ച് സെന്ററിന് വേണ്ടിയിട്ടാണ്. തറക്കല്ലിടുകയും അതിന് കുറെ പണം അനുവദിക്കുകയും കേരള ഗവൺമെന്റ് 16 ഏക്കർ സ്ഥലം മാറ്റിവെക്കുകയും ചെയ്തു. പക്ഷെ ഒരു പണിയും ആരംഭിച്ചില്ല. ഇപ്പോ അതേ മന്ത്രി തന്നെയാണ് ഈ ക്യാബിനറ്റിലും ഈ യോഗയുടെ മന്ത്രിയായിട്ടിരിക്കുന്നല്ല, ഈ ആയുഷിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ബഡ്ജറ്റിനകത്ത് ഞാൻ ഈ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ പണം അനുവദിച്ചാലുടൻ ഈ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളരിക്കുണ്ടിൽ കരിന്തളത്ത് ആരംഭിക്കാം എന്ന് പറഞ്ഞു. ബെല്ലിന്റെ വികസനത്തിന് വേണ്ടി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ വികസനത്തിന് വേണ്ടി, സ്ട്രാറ്റജിക് ഇലക്ട്രോണിക് ഫാക്ടറിയുടെ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ 3 പ്രമേയം ഞാൻ അവതരിപ്പിച്ചു. ആ പാർലമെന്റ് ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നത് പയ്യന്നൂരിൽ 4.5 കോടി രൂപ മുടക്കി മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു ഗാന്ധി സ്മൃതി മ്യൂസിയം ആരംഭിക്കുന്നതിന് ഒരു ഗാന്ധി ഹെറിറ്റേജ് സൈറ്റ് പദ്ധതിയിൽ നിന്ന് 4.5 കോടി രൂപ നീക്കിവെക്കണമെന്ന് പാർലമെന്റിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടെന്ന് മന്ത്രി എനിക്ക് ഉറപ്പു. പിന്നെ പാർലമെന്റ് അവതരിപ്പിച്ച പ്രമേയങ്ങൾക്കുപരി ഒരു പാർലമെന്റ് അംഗത്തിന് ഒരു വർഷം 5 കോടി രൂപയുടെ ഫണ്ടാണ്. എന്റെ 5 കോടി രൂപയുടെ ഫണ്ടിൽ ഞാൻ ആദ്യത്തെ 1 കോടി രൂപ ചരിത്രത്തിൽ ആദ്യമായി ഈ കാസർഗോഡ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവർക്കൊരു കോച്ചിങ് സെന്റർ തുടങ്ങാൻ ഞാൻ മാറ്റിവെച്ചു. ജില്ലാ ഭരണകൂടം സംസ്ഥാന മന്ത്രി ശ്രീ ബാലന്റെ അനുമതിയോടുകൂടി, ശ്രീ AK ബാലന്റെ അനുമതിയോടുകൂടി എനിക്ക് ഏതാണ്ട് 1 ഏക്കർ സ്ഥലം ഈ ചെർക്കളയ്ക്ക് അപ്പുറം തന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് MBBS, എഞ്ചിനീയറിംഗ്, IAS, IFS, IPS ഒരു കോച്ചിങ് അക്കാഡമി തുടങ്ങാൻ പ്രഗത്ഭമതികളായ അധ്യാപകരെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കാൻ, ഒരു അംബേദ്കറുടെ നാമധേയത്തിൽ ഒരു കോച്ചിങ് അക്കാഡമി തുടങ്ങാൻ ഞാൻ 1 കോടി രൂപ അതിനായിട്ട് ആദ്യത്തെ എന്റെ MP ഫണ്ടിൽ മാറ്റിവെച്ചു. പിന്നെ 60 ഹൈമാസ് ലേക്കുകൾ ഈ കാസർഗോഡ് 7 അസംബ്ലി മണ്ഡലങ്ങളിലാക്കി ഞാൻ അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം നിരവധി ആളുകൾക്ക് ഞാൻ 3 വീലർ കൊടുത്തിട്ടുണ്ട്. 3 വീലർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഡിസേബിൾഡ് ഉള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 4.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ കുത്തിക പഞ്ചായത്തിൽ ഒരു ഹരിജൻ കോളനി, അത് അവർക്ക് വെള്ളം കിട്ടാൻ ആവശ്യമായ, ശുദ്ധജലം കിട്ടാൻ ആവശ്യമായ ഒരു പ്രോജക്റ്റിന് 4.5 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ 3 ലക്ഷത്തോളം രൂപ ഈ ഹൈമാസിന്, അതുപോലെ തന്നെ എന്റെ ഫണ്ടിൽ നിന്ന് വീൽ ചെയർ, അത് കഴിഞ്ഞാൽ 3 വീലർ ഇതിന് മാറ്റിവെച്ചു. അത് കഴിഞ്ഞാൽ 1 കോടി രൂപ ഈ അംബേദ്കർ അക്കാഡമിക്ക് മാറ്റിവെച്ചു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പണത്തിൽ നിന്നും ചില പ്രോജക്റ്റുകൾ കട്ട് ചെയ്ത് COVID-19 വന്നപ്പോൾ ആ COVID-19 പ്രതിരോധിക്കാൻ ഞാൻ 54 ലക്ഷം രൂപ ജില്ലാ ആശുപത്രി കൊടുത്തു. പരിയാരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനെ വിളിച്ച് 2 വെന്റിലേറ്റർ അനുവദിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, MP സഹായിക്കണം. ഞാൻ ചോദിച്ചു, ഒരു വെന്റിലേറ്റർ എത്ര രൂപയാണ്? അദ്ദേഹം പറഞ്ഞു 6.25 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞത് നല്ല വെന്റിലേറ്റർ ആയിരിക്കില്ല. നല്ല വെന്റിലേറ്റർ വാങ്ങാൻ എത്ര രൂപ വേണം? അദ്ദേഹം പറഞ്ഞു 10 ലക്ഷം കിട്ടിയാൽ നല്ല വെന്റിലേറ്റർ വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വേണം?
അദ്ദേഹം 2 ചോദിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിന്റെ ആവശ്യകത മനസ്സിലാക്കി ഞാൻ 5 വെന്റിലേറ്റർ വാങ്ങിക്കാൻ 50 ലക്ഷം രൂപ പരിയാരം മെഡിക്കൽ കോളേജ് കൊടുത്തു. എന്റെ MP ഫണ്ടിൽ നിന്ന് അങ്ങനെ 1,05,000 രൂപ ഈ COVID-19 ഫലപ്രദമായി തടയാൻ ഞാൻ മാറ്റിവെച്ചു. അത് കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപ ഞാൻ കൊടുത്തത് പട്ടികജാതി പട്ടികവർഗത്തിന് ഒരു അക്കാദമി സ്ഥാപിക്കാൻ. AK ബാലനെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം കളക്ടറെ വിളിച്ചു പറഞ്ഞു. ഒരു അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി. ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന സ്ഥലം. ബാലൻ പറഞ്ഞു ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ഇത് സാധാരണ നമ്മള് വാട്ടർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ മറ്റേതിനെ കൊടുത്ത് അതിനെ കൊടുത്ത് അതെല്ലാം നശിച്ചു പോവുകയാണ്. ഇത് ആജീവനാന്തം ഈ കാസർഗോഡ് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോ 5 കൊല്ലമുണ്ട്. 5 കോടി രൂപ ഞാൻ അതിനെ മാറ്റി വെച്ചിട്ടാണ് ഒന്നാമത്തെ ഫണ്ടിൽ നിന്ന് 1 കോടി കൊടുത്തു കഴിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടി. അതിന്റെ പണി തുടങ്ങാൻ ആരംഭിച്ചപ്പോഴാണ്, ടെൻഡർ വിളിക്കാൻ ആരംഭിച്ചപ്പോഴാണ് COVID-19 വന്നത്. ആ പണം ഇനി പിൻവലിക്കുന്ന പ്രശ്നമില്ല. അത് ഈ അക്കാദമിക് 1 കോടി 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം ഈ സാധനങ്ങൾ വാങ്ങാൻ കൊടുത്തു. ആദ്യം 54, പിന്നെ 50 ലക്ഷം പരിയാരം മെഡിക്കൽ കോളേജിന് 5 വെന്റിലേറ്റർ, ജനറൽ ആശുപത്രിക്ക് 54, പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മാസ്ക് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി 55. 1 കോടി 5 ലക്ഷം ഇവിടെ, 1 കോടി അവിടെ. ബാക്കി ഹൈമാസ്, പിന്നെ വീൽ ചെയർ, അതുപോലെ 2 വീലർ. അപ്പൊ അടുത്ത ഫണ്ടിലാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്കൂളുകളുടെ ബസ്, സ്കൂൾ കെട്ടിടം, സ്കൂൾ ലൈബ്രറി ഇതിന് കൊടുക്കാനാണ്. ഈ പറയപ്പെടുന്ന 5 കോടി 1 രൂപ പോലും രാഷ്ട്രീയ പരിഗണന നോക്കി ഞാൻ കൊടുത്തിട്ടില്ല. എല്ലാം നിഷ്പക്ഷമായി നീതിപൂർവമായി എന്നെ സമീപിച്ച ആള് ഒരു ശുപാർശകത്ത് ഞാൻ സ്വീകരിക്കുന്നു, ഒരു ശുപാർശയെ സ്വീകരിച്ചില്ല. എന്റെ മുമ്പിൽ വന്ന ജനുവിനായ എല്ലാ കാര്യത്തിനും ഞാൻ പണം കൊടുത്തിട്ടുണ്ട്. അടുത്ത 5 വർഷവും രാഷ്ട്രീയത്തിലൂടെ കാര്യങ്ങൾ നോക്കി ഞാൻ കൊടുക്കുന്ന പ്രശ്നമില്ല. അതും നിഷ്പക്ഷമായി നീതിപൂർവമായി ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോ അതുകൂടാതെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ, അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യനീതി കിട്ടാൻ ഈ രാജ്യത്ത് നടക്കാത്ത ഒരു സാഹചര്യം വന്നു. നമുക്കറിയാം, സിറ്റിസൺ അമെൻഡ്മെന്റ് ബില്ല്, പിന്നെ ആക്ടായി. ആ ആക്ട് വന്നപ്പോ പ്രതിഷേധിച്ച ജനങ്ങളെ ഡൽഹിയിൽ വെച്ച് വെടിവെച്ച് കൊന്നപ്പോ അതിനെക്കുറിച്ച് പാർലമെന്റ് നിർത്തിവെച്ച് അന്വേഷണം നടത്തുമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കറുടെ ചേംബറിന് അടുത്ത് വരെ പോയി ബഹളം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഈ കാസർഗോഡ് അടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ നിന്ന് ഈ സമ്മേളനകാലം മൊത്തം സസ്പെൻഷൻ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. അതേസമയം നേതാക്കന്മാർ സ്പീക്കറുമായി സംസാരിച്ച് ആ സസ്പെൻഷൻ കേവലം 1 ദിവസക്കാലം കൊണ്ട് പിൻവലിച്ച സാഹചര്യം ഉണ്ടായി. ഞാൻ ഈ പറഞ്ഞു വന്നത്, 1 വർഷം മെയ് 23-ാം തീയതി പൂർത്തിയാകുന്നു. ഞാൻ ഒരിക്കൽ കൂടി കാസർഗോഡത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ജനങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത 4 വർഷക്കാലം നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നിഷ്പക്ഷമായി നീതിപൂർവമായി സ്വതന്ത്രമായി ഒരു പാർലമെന്റ് അംഗമായി ഞാൻ ഉണ്ടാകും. എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. കാര്യം ഇനിയിപ്പോൾ മറ്റേനാൾ ഒരു പത്രസമ്മേളനം വിളിക്കാൻ പറ്റില്ല. 23 1 വർഷം പൂർത്തിയാകുന്നു. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ നിങ്ങൾക്ക് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യ പദ്ധതി, അതായത് പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ട് ഇപ്പോഴും ഇന്ന് 3 എണ്ണം വന്നിട്ടുണ്ട് പ്രൈവറ്റ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന്. അത് ഒരെണ്ണം 3 ലക്ഷം രൂപ, രണ്ടാമത്തെ 3 ലക്ഷം രൂപ, ഒന്ന് 1.25 ലക്ഷം രൂപ, ഒന്ന് 50,000 രൂപ. ചുരുക്കി പറഞ്ഞാൽ 1 വർഷം കൊണ്ട് 65 ലക്ഷം രൂപ നിർധനരായ രോഗികൾക്ക്, കിഡ്നി പേഷ്യന്റ്, അതുപോലെ ഹൃദയത്തിന്റെ അസുഖമുള്ളവർ, ഡയാലിസിസ് പേഷ്യന്റ്, ഇവർക്ക് 1 വർഷം കൊണ്ട് 65 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സമീപിച്ച ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോ 65ന്റെ കൂടെ ഏതാണ്ട് 7 ലക്ഷം രൂപയുടെ അഡീഷണലായി ഇന്നിപ്പോ എത്തിയിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന്. അപ്പോൾ അത് 2 എണ്ണം 3 ലക്ഷം രൂപയും, ഒരെണ്ണം 1.25 ലക്ഷം രൂപയും, ഒരെണ്ണം 50,000 രൂപയും, ഒരെണ്ണം 50,000 അനുവദിച്ചിട്ട് ഒരു 6,000 കുറച്ച് 44,000 ആക്കി. അതെന്താ കാര്യം അറിയില്ല. അനുവദിച്ചത് 50 ആണ്, പക്ഷെ അതിൽ നിന്ന് കുറച്ച് പൈസ, അതായത് 44,672 ആക്കി. ആദ്യം അനുവദിച്ചത് 50,000. പിന്നെ
ഉണ്ട് 1,20,5,000. അത് ശ്രീ വിജയൻ PV, കോവാൽ വീട്, കരിയിൽ, ചെറുവത്തൂർ, കാസർഗോഡ്. ഇതൊക്കെ ആരാന്ന് എനിക്കറിയില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പണം അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരും. ഇപ്പം പിന്നെ 50,000 കിട്ടിയത് ശ്രീ സുഹറാബി കീരാൻ, അവര് പുതിയങ്ങാടി, മാടായി, കണ്ണൂർ. പിന്നെ ഇപ്പോൾ 3 ലക്ഷം രൂപ കിട്ടിയത് ശ്രീ ഗോപി B, പിന്നെ കോട്ടപ്പുറം, നീലേശ്വരം. പിന്നെ ഈ പറയപ്പെടുന്ന 50,000 കിട്ടിയത് ശ്രീമതി സുഹറ കാസർഗോഡ്, പടന്ന. അപ്പം പരമാവധി ആളുകൾക്ക്. പിന്നെ ഈ പറയപ്പെടുന്ന അടുത്ത 3 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് പിന്നെ ശ്രീമതി നിഷാന KH, അവര് കുനിയ, പെരിയ. ഇത്രയും പേർക്കാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് PM-ന്റെ ഇത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 72 ലക്ഷത്തോളം രൂപ കിഡ്നി, ക്യാൻസർ, ഡയാലിസിസ് പേഷ്യന്റ് പ്രധാനമന്ത്രിയുടെ പിന്നെ നിബന്ധനകൾ പാലിച്ച് ഒറ്റ വർഷം കൊണ്ട് ഇത്രയും രൂപ ഈ